അന്നേ നമ്പ്യാർ, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അഴിമതിവൽക്കരിക്കപ്പെട്ട, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ് സംവിധാനം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന നിലയ്ക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ മലബാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ എല്ലാ ദേവസ്വം ബോർഡും, 5 ദേവസ്വം ബോർഡാണെങ്കിൽ 5 ദേവസ്വം ബോർഡുകളും അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന് ശ്രീ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു. രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക മാത്രമല്ല, അട്ടിമുട്ടി അഴിമതിവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ആണ്, ഈ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വരുന്നത്. അപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വരുന്നതിന് മുൻപ് ഈ ദേവസ്വം ക്ഷേത്രങ്ങളിലെ നിയമനങ്ങൾ മുഴുവൻ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചിട്ടാണ് നടന്നു വന്നത്. അവിടെ ടെസ്റ്റ് എന്നൊക്കെ പറയും. ടെസ്റ്റ് അതിനു വേണ്ടിയിട്ടുള്ള സിലബസും ഒക്കെ തയ്യാറാക്കിയത് നമ്മുടെ സർ CP-യുടെ കാലത്ത് തയ്യാറാക്കിയ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ടെസ്റ്റ് നടത്തേണ്ടതെന്നൊക്കെയാണ് വെപ്പ്. അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പുസ്തകം തന്നെ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. അതിന്റെ പേര് ഹിന്ദുമത പ്രദീപിക എന്നോ മറ്റോ ആണ്. പക്ഷേ ഈ പുസ്തകം അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് അട്ടത്ത് വെച്ചിട്ട് ആരാണോ ആ സമയത്ത് ഭരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പിണിയാളുകളെ ക്ഷേത്രത്തിന്റെ ജീവനക്കാരായിട്ട് റിക്രൂട്ട് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ള നിലപാടാണ് നടത്തിക്കൊണ്ടു. അവര് വിശ്വാസികളാണോ, അവർ യഥാർത്ഥ ഭക്തരാണോ, അവർക്ക് ഈ ക്ഷേത്ര ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വല്ല താല്പര്യമുണ്ടോ, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടോ, ഇതൊന്നും നോക്കിയിട്ടില്ല പലപ്പോഴും. അങ്ങനെയല്ലാത്ത ആളുകൾ ഒക്കെ കൂടി ക്ഷേത്രത്തിൽ വന്ന് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ക്ഷേത്രത്തിൽ കടന്നുകൂടി ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിനൊക്കെ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ഭരണത്തിന് കീഴിലുള്ള സംവിധാനങ്ങളിലൊക്കെ കാരണമായി എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ ഈ പുറത്തു വന്ന വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നെയ്യാറ്റിൻകര AC-യുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടത്തിയ തിരുവാഭരണം കമ്മീഷണറുടെ പരിശോധനയിൽ മാത്രം കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 20 AC ഓഫീസുകളുടെ കീഴിലായാലും കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചായാലും എല്ലാ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളെ കുറിച്ചും ഇത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന റിപ്പോർട്ട്. ഇതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം ക്ഷേത്ര സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ, കൊള്ളയടിക്കാൻ അവിടെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറത്തു നിന്ന് വന്നവരോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള മോഷ്ടാക്കൾ കടന്നു വന്നിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതോ ഒന്നല്ലല്ലോ. അകത്ത് തന്നെയുള്ള ആളുകൾ ഇതിനെ തട്ടിയെടുക്കുന്നു, മോഷ്ടിക്കുന്നു, കവർന്നെടുക്കുന്നു എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ കാവലേൽപ്പിച്ചവര് തന്നെ കള്ളന്മാരായിട്ട് മാറുന്ന സ്ഥിതിവിശേഷം തിരുവിതാംകൂർ നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. ഈ സംവിധാനം ഇനിയും തുടരണമോ എന്ന ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കാത്തത്? ഇത് കേരളത്തിലെ ഹിന്ദുക്കൾ, വിശ്വാസികൾ, ഭക്തന്മാരെ എത്രയോ കാലമായി പറഞ്ഞു വരുന്നു. ഈ ദേവസ്വം ബോർഡ് സംവിധാനം, രാഷ്ട്രീയക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ദേവസ്വം ബോർഡ് സംവിധാനം, അതിന് ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. സർക്കാരുകൾ നിയോഗിച്ച കമ്മീഷനുകളടക്കം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. 950 ദേവസ്വം ബോർഡ് നിലവിൽ വന്ന സമയത്തുള്ള രാഷ്ട്രീയ അന്തരീക്ഷം അല്ലല്ലോ പിന്നീട്. അന്ന് R ശങ്കറും അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനും ഒക്കെ വളരെ ഗൗരവമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് ക്ഷേത്രങ്ങളുടെ വികസനത്തിന് വേണ്ടി, ആധ്യാത്മികമായ വികസനത്തിന് വേണ്ടി ഒക്കെ വളരെ വലിയ പദ്ധതികൾ അവർ കൊണ്ടുവന്നു. പക്ഷെ അതിനുശേഷമുള്ള പിന്നീടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറുകയും രാഷ്ട്രീയ സ്വഭാവം മാറി വരികയൊക്കെ ചെയ്തോട് കൂടിയിട്ട് ഈ ദേവസ്വം ബോർഡുകളൊക്കെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉള്ള ചില ലാവണങ്ങളായിട്ട് മാറി. അപ്പോ അതോടുകൂടി ക്ഷേത്രങ്ങളുടെ അധപ്പതനം ആരംഭിച്ചു. ഇപ്പോ നമുക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ ദേവസ്വം ബോർഡുകൾ? ഈ ദേവസ്വം ബോർഡുകളുടെ സംവിധാനം ഇങ്ങനെ തുടരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു എല്ലാ വ്യവസ്ഥയുണ്ട്. ആമൂലാഗ്രം ഒരു ദേവസ്വം ബോർഡിന് അതിന്റെ മാനുവൽ എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, വാട്ടർ പ്രൂഫ് ആണ്, എല്ലാമാണ്. എല്ലാ പഴുതുകളും അടയ്ക്കാവുന്ന എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷേ സിസ്റ്റം ഓൾവേസ് ഫെയിൽസ്. എന്തുകൊണ്ടാണ് എപ്പോഴും ഈ സിസ്റ്റം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഉൾപ്പെടെ ഉള്ള അത് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യേണ്ടവര് അവരൊന്നും ഈ സംവിധാനത്തോട് യാതൊരു ആത്മാർത്ഥയില്ലാത്തവരാണെന്ന്. ഇപ്പൊ ഇവിടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ K. ജയകുമാർ സ്ഥാനമേറ്റതിന് ശേഷം ഏകദേശം 1-2 മാസങ്ങൾക്കുള്ളിൽ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അദ്ദേഹത്തെ കണ്ടിരുന്നു.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ഒരു ചുക്കും ഈ ദേവസ്വം ബോർഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, അന്ന് അദ്ദേഹം IMGയുടെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സിസ്റ്റം ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരല്ല, ഈ സിസ്റ്റം ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ മറവിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. അത് ട്രേഡ് യൂണിയനുകളാണ്. ഇവിടെ ജീവനക്കാരുടെ തൊഴിൽ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് അവിടെ നടക്കുന്ന ഓരോ നടപടിക്രമങ്ങളും. സ്ഥലം മാറ്റമാകട്ടെ, അല്ലെങ്കിൽ നിയമനങ്ങളാകട്ടെ, അതല്ലെങ്കിൽ പ്രൊമോഷൻ ആകട്ടെ, എല്ലാം ഈ സബ് ഗ്രൂപ്പ് ഓഫീസർമാര്, AC-മാരൊക്കെ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ കാല് നക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്താ കാരണം? അവർക്ക് മേജർ ക്ഷേത്രങ്ങളിലുള്ള AC ഓഫീസുകളിലേക്ക്, അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർമാർക്ക് മേജർ ക്ഷേത്രങ്ങളിലേക്ക് മേൽശാന്തിമാര്, ഭക്തന്മാര് വളരെ ആദരവോടെ കാണുന്നവരാ. അവർ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ കാല് പിടിക്കുന്ന ആൾക്കാരാ. എന്താ കാരണം? അവർക്ക് മേജർ ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനം കിട്ടണം. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് ഭരണ സംവിധാനം തകർന്നു. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു ഓഡിറ്റ് ഇല്ല എന്ന്. ഓഡിറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നു. ഓഡിറ്റ് ഇല്ല, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് ഓഡിറ്റ് ഇല്ല, ഒരു ക്ഷേത്രത്തിനും ഓഡിറ്റ് ഇല്ല. ഇനി ഓഡിറ്റ് ഇല്ല പോട്ടെ, അവിടെ കിട്ടുന്ന സാധനങ്ങൾ ഇൻവെന്ററി ചെയ്യുന്നുണ്ടോ? 978 ശേഷം കൊച്ചി ദേവസ്വം ബോർഡിൽ കിട്ടിയ സാധനങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ സാധനങ്ങൾ ഇൻവെന്ററി രേഖപ്പെടുത്തുന്നില്ല. അവിടെ എത്ര സ്വർണം ഉരുപ്പടികളുണ്ട്, എത്ര വെള്ളിയുണ്ട്, എത്ര ഓടുണ്ട്, എത്ര ചെമ്പുണ്ട്, ആർക്കും അറിയില്ല. ഇത് ഈ കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള പറഞ്ഞ് വലിയടാ വലി എന്ന് പറയുന്ന പോലെ ക്ഷേത്ര സ്വത്തുക്കൾ യഥേഷ്ടം കൊള്ളയടിക്കപ്പെടുകയാണ്. ആർക്കും ചോദിക്കാൻ സാധിക്കുന്നില്ല, എവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായ പ്രശ്നം ദേവസ്വം ബോർഡിനെ ഭരിക്കുന്ന സംവിധാനം, ആ സംവിധാനം ആദ്യം ശരിയാവണം. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സംവിധാനം ശരിയാവാൻ എന്താണ് മാർഗം? അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് എന്തുകൊണ്ടാണ് സർക്കാരുകൾ ആലോചിക്കാത്തത്? ഇപ്പൊ ശബരിമല കൊള്ള വന്നു. ശബരിമല കൊള്ള വന്ന സമയത്ത് അതിന്റെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ പോലുള്ളവര് TV ചാനലുകൾ മുമ്പ് തന്നെ ഒന്ന് പറഞ്ഞു, ഈ പ്രതികൾ ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഈ പ്രതികൾ ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇപ്പോഴും പറയുന്നു. ഈ പ്രതികൾ ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ഈ കൊള്ളയ്ക്ക് എല്ലാവിധ സാങ്കേതികമായ ലൂപ്പ് ഹോൾസ്, ആ ലൂപ്പ് ഹോൾസ് ഒരുക്കിക്കൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ നടന്നിട്ടുള്ളത്. അതിന് എല്ലാവിധ ഒത്താശയും ഈ ദേവസ്വം ഭരണ സംവിധാനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദേവസ്വം എന്നുള്ള സംവിധാനത്തിന് ഇന്ന് നിലനിൽക്കുന്ന പോലെ തുടർന്നാൽ യാതൊരു സംശയമില്ല. അത് ഇപ്പോ ഓരോരോ സംഭവങ്ങൾ എന്താ, ഇപ്പോ അനിൽ നമ്പ്യാർ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. എന്താ ആ നിയമം? നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. എന്താ നിയമം? ആ ഉപദേശക സമിതികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തന്മാര് 100 രൂപ കൊടുത്ത് ക്ഷേത്രത്തിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാവണമെങ്കിൽ അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ട, ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടാത്ത ഒരു ഉത്തരവ്. ഞാനിത് ശ്രീ ജയകുമാർ സാറിനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇത് ഇങ്ങനെ ഒരു ഉത്തരവ്? എന്തിനു വേണ്ടിയാണ് ഒരു സാധാരണക്കാരൻ 100 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നത്? അതുകൂടാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ 900 രൂപ കൊടുത്തിട്ട് അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് ആ അക്ഷയയിൽ നിന്ന് മറ്റേ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ ഒരു കേസിലും പ്രതിയല്ല എന്നുള്ളത് സാക്ഷ്യപത്രവുമായിട്ട് വന്നാൽ മാത്രമേ അയാൾക്ക് ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് ആ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റൂ. ഇപ്പൊ എന്താ സംഭവം? ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതികൾ ഇല്ല. അങ്ങനെ ഇല്ലാതാക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിത്. കാരണം ഭക്തജനങ്ങളെയും ഭക്തജന പ്രാതിനിധ്യത്തെയും ഒക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തി ക്ഷേത്രങ്ങളുടെ തങ്ങളുടെ സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന് ക്ഷേത്രങ്ങളെ യഥേഷ്ടം കൊള്ളയടിക്കുക. ലൂട്ടിംഗ് ദ ടെമ്പിൾസ്, അതാണ് നടക്കുന്നത്. പരിപൂർണമായും ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക. ഇങ്ങനെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചാലുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ക്ഷേത്രങ്ങളെ നിരന്തരം കൊള്ളയടിക്കപ്പെടുന്നു, നഷ്ടപ്പെടുന്നു പറഞ്ഞ പിന്നെ ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങൾക്കൊന്നും കൊടുക്കില്ല. അതോടെ ക്ഷേത്രങ്ങൾ നശിക്കും. അപ്പോൾ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ പണ്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു, മുഗളന്മാർ ശ്രമിച്ചു, ഒക്കെ ശ്രമിച്ചിട്ടും നടക്കാത്തത് ഇപ്പോഴത്തെ ജനാധിപത്യ കാലത്ത് നടക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാവും. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആസൂത്രിതമായി ഇത്തരത്തിലുള്ള കൊള്ളയും കൊള്ളിവെപ്പും കണ്ടില്ലെന്ന് നടിക്കുന്നത്.
അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാം എന്ന് ആരും വിചാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇവിടെ ഒരു സർജറിയാണ് ആവശ്യം.